കാര്യം സഹാബത്തൊന്നടങ്കം അതിന് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ലാത്തവര് കാര്യം ഹറാമാണെന്ന് ഫത്വ കൊടുക്കാനും പെണ്ണുങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നത് നിഷിദ്ധമാണെന്ന് പറയാനും ആർക്കാ അധികാരമുള്ളത്? ദീന് പുതിയതുണ്ടാക്കുകയാണോ? ഇതൊക്കെയാണോ സുന്നത്ത് ജമാഅത്ത് എന്ന് നിങ്ങൾ പറയുന്നത്? എങ്കിൽ അസുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്ത് റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. ജമാഅത്ത് എന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ ആ സംഭവങ്ങളാണ്. അതിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഉണ്ടോ? നിങ്ങൾ പരിശോധിക്കൂ, നിങ്ങൾ ആലോചിക്കൂ. അതേ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ. അതുപോലെ തന്നെ എത്രയോ സംഗതികളുണ്ട്. ദിക്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞു, സലാത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എത്രയോ കാര്യങ്ങളാണ് ഇതിന്റെയൊക്കെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറയുന്നത്, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ കുത്തകയല്ല. ഈ ആദർശം ആര് സ്വീകരിക്കുന്നുവോ അവരാണ് സുന്നത്ത് ജമാഅത്ത്. അവർക്ക് ഒരുപാട് ഗുണങ്ങൾ വേറെയും ഉണ്ടാകും. അവര് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാണ്, മക്കളോട് വേണ്ട കരുണകൾ പാലിക്കുന്നവരാണ്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ്, ജീവിതത്തിൽ അവർ പലിശ വാങ്ങാത്തവരാണ്, പലിശ തിന്നാത്തവരാണ്, ഹറാമ് തിന്നാത്തവരാണ്, ഹറാമിലൂടെ ജീവിക്കാത്തവരാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ആദർശത്തെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്താണ് സലഫികൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ പ്രത്യേകമായ ഭീഷണികളും അതുപോലെ തന്നെ ഏഷണികളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോ അതാ എനിക്കും നിങ്ങൾക്കുമൊക്കെ ചെന്ന് നിൽക്കണമല്ലോ. പരലോകം എന്ന് പറയുന്ന ഒരു വീടില്ലേ, അവിടെ നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ബോധിപ്പിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഖബറിൽ ഒറ്റക്ക് പോയി കിടക്കേണ്ടവരാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ആദർശത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ എത്രയോ കാര്യങ്ങൾ പറഞ്ഞാലുണ്ട്, തീരാത്തത്രയുണ്ട്. അതിൽ നിന്ന് സമയത്തിന് യോജിക്കുന്ന ഏതാനും ചില കാര്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ. അത് നിങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വാശിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് സത്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഉൾക്കൊള്ളുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. പറഞ്ഞവർക്ക്, അസംഘടിപ്പിച്ചവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അവരാ വജഹാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അവർക്കതിന്റെ പ്രത്യേകമായ പദവിയുണ്ട്. ഏതൊരു കാര്യവും നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. കാരണം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ വരുമ്പോൾ, ഇൽമില്ലാതെ വരുമ്പോഴാണ് ആളുകൾ അത് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഏതേത് ആദർശങ്ങളെ സംബന്ധിച്ചും ഇന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, മാസികകളുണ്ട്, വാരികകളുണ്ട്, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്, സീഡികളുണ്ട്, അതുപോലെ സംവിധാനങ്ങളുണ്ട്. കൂട്ടത്തിൽ സഹോദരന്മാരെ, ഇസ്ലാഹ് മാസികയെ പ്രത്യേകം പരിചയപ്പെടുത്തുകയാണ്. ഇസ്ലാഹ് മാസിക നിങ്ങളൊരു പക്ഷേ ചിലരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടാകും, പരിചയപ്പെടാത്തവരുണ്ടാകും. ജാറങ്ങളിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ഔലിയാക്കളെന്ന് പറഞ്ഞുകൊണ്ട് പലരും നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ ധീരമായി കൃത്യമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രചരണമുള്ള ഒരു മാസികയാണ് ഇസ്ലാഹ് മാസിക. ഈ ലക്കത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഈ സംസാരിച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. നിങ്ങളൊക്കെ ഓരോ കോപ്പി സ്വന്തമാക്കണം, വായിക്കണം, വരിക്കാരാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സത്യത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാനും ആ സത്യത്തിന്റെ പാതയ്ക്ക് വേണ്ടി പരിശ്രമങ്ങൾ നടത്തുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷ നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ സർവ്വപ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധത്തിലുമുള്ള ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അല്ലാഹുവേ നീ തുണയായിരിക്കണേ നാഥാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا
ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.